കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ആ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അടിപൊളി ബിരിയാണി, അതായത് നമ്മളെ നാട്ടിലേതുപോലെ ഒരു കോമ്പിനേഷൻ കിട്ടിയ ബിരിയാണി. വൃത്തിയുടെ കാര്യത്തിലൊക്കെ ഇവിടെ കുഴപ്പമില്ലാത്തൊരു രൂപം. ഈ ഒരു പ്ലേറ്റ് ചിക്കന് വരുന്നത് ആകെ 80 രൂപയാണ്. 1/4 കിലോ ചിക്കൻ ഫ്രൈ കിട്ടുന്ന ഒരു ഷോപ്പ്. ഒരാളാണ് മൊത്തത്തിൽ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫാമിലി ആയിട്ടാണ് നടത്തുന്നത് എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ഇവരുടെ കുട്ടികൾ 2 പേര് ഇങ്ങനെ ബാക്കിൽ കളിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ടും അവിടെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ബിരിയാണിയാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. ബിരിയാണിക്ക് 100 രൂപ. അതിൻ്റെ കൂടെ 2-3 പീസ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ബിരിയാണി കഴിച്ചതിന് ശേഷം പിന്നെ ഈ ഒരു ചിക്കൻ ചില്ലിയുടെ ഈ ഒരു മണവും കാര്യങ്ങളും കിട്ടിയപ്പോൾ രണ്ടാമത് ഓർഡർ ആക്കിയത് റൈസ് മാത്രമാണ്. അതിൻ്റെ കൂടെ ആ ചിക്കൻ ചില്ലി ഓർഡർ ആക്കി എന്നുള്ളതാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ ഒരു ടേബിളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാൾ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതും മൂപ്പര് തന്നെയാണ്, കൊടുക്കുന്നതും മൂപ്പര് തന്നെയാണ്. പിന്നെ ആ ഒരു മൂപ്പര ഒരു വൃത്തി കാര്യങ്ങൾ ഇതൊക്കെ ആ ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ മെയിൻ ക്വാളിറ്റി ഉള്ള ഫുഡ് എന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ഒതുക്കവും ചിട്ടയും കാര്യങ്ങളും എല്ലാം തന്നെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറേ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഷെഫായിരിക്കാം എന്നുള്ളതും തോന്നിപ്പോയി. 250 ഗ്രാം ചിക്കൻ ചില്ലിക്കാണ് 80 രൂപ ഇവിടെ റേറ്റ് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ ബിരിയാണി എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് മൂപ്പര് ഇങ്ങനെ കടന്നിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ചെറിയൊരു വണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണീൻ്റെ കൂടെ നമുക്ക് ഉള്ളി തൈരെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു സംഭവം, അതുപോലെ ഒരു ഗ്രേവിയും കൊണ്ടുവന്ന് വെച്ച് തരും എന്നുള്ളതാണ്. പല കടകളിലും ഈ ഒരു സിസ്റ്റമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് മൂപ്പര് നമ്മളോട് ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ട് തന്നെയാണ് നിന്ന് തന്നതും കാര്യങ്ങളൊക്കെ. മൂപ്പരുടെ വൈഫും അപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട്. മൂപ്പരുടെ വൈഫും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. മൂപ്പരുടെ വൈഫും മൂപ്പരും തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നീട് നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ആ ഒരു രുചി വൈദ്യം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് പോന്നു എന്നുള്ളതാണ്. അങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ട് അവിടെ കയറി നമ്മൾ വെള്ളം എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെ വെള്ളം എടുക്കുമ്പോഴാണ് നമുക്ക് നാളേക്ക് കുളിക്കാനും തിരുമ്പാനും മറ്റുള്ളതിനൊക്കെ വെള്ളം ഉണ്ടാവുക.